എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ICDS സൂപ്പർവൈസർ 2020 എക്സാം പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജെൻഡർ ഡിഫറൻസ് ഡിനോട്ട്സ് ആൻ അനലറ്റിക്കൽ ഫ്രെയിംവർക്ക് ഇൻ വിച്ച്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സസ് ആർ എക്സ്പ്ലെയിൻഡ്. അതായത് ജെൻഡർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു അനലറ്റിക്കൽ ഫ്രെയിംവർക്കിൽ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഓരോ ജെൻഡറുകളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ജെൻഡറുകൾ തമ്മിലുള്ള സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ ഡിഫറൻസിനെയാണ് ജെൻഡർ ഡിഫറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസും അതിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ്, തറവാട് ഈസ് എ മാട്രിലീനിയൽ ജോയിന്റ് ഫാമിലി ഫൗണ്ട് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. ആൻസർ ഓപ്ഷൻ ബി ആണ് കേരള. കേരളത്തിൽ കാണുന്ന ഒരു മാട്രിലീനിയൽ ജോയിന്റ് ഫാമിലി സെറ്റപ്പിനെയാണ് നമ്മൾ തറവാട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മായ ആൻഡ് ജോൺ ആർ അൺമാരീഡ്, ലീവ് ടുഗെദർ ആൻഡ് ഹാവ് നോ ചിൽഡ്രൻ. ദേ ആർ. ആൻസർ ഓപ്ഷൻ സി ആണ്, കോഹാബിറ്റിംഗ് കപ്പിൾ. അതായത് മായയും ജോണും അൺമാരീഡ് ആണ്, അവർ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്, അവർക്ക് കുട്ടികളില്ല. അങ്ങനെയാണെങ്കിൽ അത്തരം കപ്പിൾസിനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കോഹാബിറ്റിംഗ് കപ്പിൾ എന്നാണ് അവരെ പറയുക. നെക്സ്റ്റ്, എ വേൾഡ് വൈഡ് റിലേഷൻഷിപ്പ് ദാറ്റ് ബിഗിൻസ് ദ ഡേ എ കപ്പിൾ മീറ്റ്സ് ആൻഡ് ക്വിക്ക്ലി റിസൾട്ട്സ് ഇൻ കോഹാബിറ്റേഷൻ ഓർ എൻഗേജ്മെന്റ് ഫോളോഡ് ബൈ മാരേജ് ഇസ് കോൾഡ്. അതായത് ഒരു കപ്പിള് പെട്ടെന്ന് മീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ അവർ ഒരുമിച്ച് താമസിക്കാനായിട്ട് തുടങ്ങി, അതിന് ശേഷം അവരുടെ മാരേജ് നടന്നു. ആ ഒരു രീതിയിലുള്ള പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫാറ്റുവസ് ലവ് എന്നാണ് അതിനെ വിളിക്കുക. ഫാറ്റുവസ് ലവ് എന്നാണ് ഈ തരത്തിലുള്ളൊരു വേൾഡ് വൈഡ് റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി ഇൻവോൾവ് ഇൻ ഡൊമസ്റ്റിക് വയലൻസ്. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഡൊമസ്റ്റിക് വയലൻസിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ഓഫ് ഇൻവോൾവ്മെന്റ് ഏതിനാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, യങ് അഡൽട്ട്സ് ഓഫ് ബോത്ത് ദ സെക്സസ്. അതായത് ചെറുപ്പക്കാരായ രണ്ട് സെക്സിലും പെട്ട ചെറുപ്പക്കാരായ അഡൽറ്റുകൾ തമ്മിലാണ് കൂടുതലും ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, എ ലോങ് ടേം യൂസ് ഓഫ് കൊക്കെയിൻ മേ ഡെവലപ്പ് സിംറ്റംസ് ഓഫ് അതർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് സച്ച് ആസ്. ആൻസർ വരുന്നത് ഓൾ ദി എബവ് ആണ്. അതായത് ലോങ് ടേം ആയിട്ട് കൊക്കെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ആൻസർ ഓൾ ദി എബവ് ആണ്. അതായത് എന്തൊക്കെ സംഭവിക്കാം, മേജർ ഡിപ്രഷൻ ഉണ്ടാവാം, സോഷ്യൽ ഫോബിയ ഉണ്ടാവാം, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ഇതെല്ലാം ലോങ് ടേം കൊക്കെയിൻ യൂസ് കാരണം ഡെവലപ്പ് ചെയ്യാവുന്ന സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. നെക്സ്റ്റ്, ദ ആൽക്കഹോൾ ഇൻടോക്സിക്കേറ്റഡ് ഇൻഡിവിജ്വൽ ഹാസ് ലെസ് കോഗ്നിറ്റീവ് കപ്പാസിറ്റി available to process all ongoing information, and so alcohol acts to narrow attention and means that the drinker process fewer cues less level. This is known as. അതായത് ഒരു ആൽക്കഹോള് ഇൻടോക്സിക്കേറ്റ് ചെയ്ത ആൾക്ക് ഇങ്ങനെ പെട്ടെന്ന് അപ്പം നടക്കുന്ന എല്ലാ ഇൻഫർമേഷനും പെട്ടെന്നൊന്ന് പ്രോസസ്സ് ചെയ്ത് എടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും. ആൾക്ക് അറ്റൻഷൻ ആ സമയത്ത് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥയെ നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ആൽക്കഹോൾ മയോപ്പിയ. ആൽക്കഹോൾ മയോപ്പിയ എന്നാണ് ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. നെക്സ്റ്റ്, Dash takes many forms ranging from emotional abuse by family and caretakers to sexual and other forms of physical abuse and includes financial scams. അതായത് ഈ പറയുന്ന ഏത് ഫോമിലാണ് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലാണ് ഒരു ഫാമിലിയുടെ ഭയങ്കരമായിട്ടുള്ള അബ്യൂസ് ഉണ്ടാവുക, അതായത് ഇമോഷണൽ ആയിട്ടുള്ള അബ്യൂസ് വരെ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ് ഉണ്ടാവും, പിന്നെ ഫിനാൻഷ്യൽ
സ്കാംസ് വരെ അതിനകത്ത് സംഭവിക്കാം. ഏതിലാണ് ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള ഒരു അബ്യൂസ് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, റെക്ലെസ് അസോൾട്ട്. റെക്ലെസ് അസോൾട്ടിലാണ് ഈ പറഞ്ഞ ഇമോഷണൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, ഫിനാൻഷ്യൽ സ്കാംസ് ഇതെല്ലാം ഒരു ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ കെയർ ടേക്കറിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ഫോമാണ് റെക്ലെസ് അസോൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഇസ് പ്രൊവൈഡഡ് അണ്ടർ. ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 3. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടല്ലോ, 2005 ആണ് ആക്ടിന്റെ ഇയർ. അപ്പോൾ 2005 പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ അണ്ടറിൽ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഡെഫിനിഷൻ ഏത് സെക്ഷനിലാണ് പറയുന്നതാണ് ചോദിക്കുന്നത്. ആൻസർ സെക്ഷൻ 3 ആണ്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 സെക്ഷൻ 3യിലാണ് ഡൊമസ്റ്റിക് വയലൻസിന്റെ ഡെഫിനിഷൻ പറയുന്നത്. നെക്സ്റ്റ്, which shall be a competent court to try the cases pertaining to protection of women from domestic violence act 2005. അതായത് ഈ പറയുന്ന ഏത് കോർട്ടിനാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005ന്റെ അണ്ടറിൽ വരുന്ന കേസസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അധികാരം എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, ദ കോർട്ട് ഓഫ് JMFC. JMFC എന്ന് പറഞ്ഞാൽ എന്താ? ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് കോർട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആണ് ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള കോർട്ടുകൾക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ അണ്ടറിലുള്ള കേസസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അധികാരം. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം. എപ്പോഴാണ് ഈ ഒരു ആക്ട് പ്രാബല്യത്തിൽ വന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 26 ഒക്ടോബർ 2006. ഒക്ടോബർ 26, 2006 മുതലാണ് ഡൊമസ്റ്റിക് വയലൻസിന്റെ പ്രൊട്ടക്ഷൻ ആക്ട് ഫോഴ്സിൽ വന്നത്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇസ് ഫൗണ്ട് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ ഓഫ് ഇന്ത്യ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ നമുക്കറിയണം എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ജോലിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ആളുകൾ ആ ഒരു ജോലിയിൽ പണിയെടുക്കുമ്പോഴാണ് അത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് മാറുന്നത്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള അഗ്രികൾച്ചറൽ ഫീൽഡിലാണ്. അതായത് അവിടെ ഇപ്പോൾ ഒരു ഫാമിലിയിൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും ആ അഗ്രികൾച്ചറൽ ജോബിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ആ ഒരു അഗ്രികൾച്ചറൽ ജോബിന് ചിലപ്പോൾ 5 പേരുടെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു ഫാമിലി ഫുള്ളായിട്ട് അതിൽ എൻഗേജ്ഡ് ആകുമ്പോൾ അവരെല്ലാവരും അതിൽ പണിയെടുക്കുന്നു. അപ്പോൾ അതിലൊരു 5 പേരുടെ അധ്വാനം എന്ന് പറയുന്നത് ശരിക്കും അതിനകത്ത് ആവശ്യം വരുന്നില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് എന്ത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടർ ഓഫ് ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും പ്രിവലന്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡാഷ് ലോഞ്ച്ഡ് ഇൻ 2015 ഹാസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് enabling a large number of Indian youth to take up industry relevant skill training that will help them in securing a better livelihood. അതായത് ഇതിൽ ഏതൊരു മിഷനിലാണ് 2005 ആ ഒരു കാര്യം ലോഞ്ച് ചെയ്തത്, ആ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. അത് ഇന്ത്യയിൽ ഒരു ലാർജ് നമ്പർ ഓഫ് യൂത്തിനെ ഇൻഡസ്ട്രിയൽ സ്കിൽസ് കൂടുതൽ ആയിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടി അതിലൂടെ അവർക്കൊരു ബെറ്റർ ലൈവ്ലിഹുഡ് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയത് ഇതിൽ ഏത് മിഷനാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, PMKVY. കൗശൽ വികാസ് യോജന. ഇത് 2005 തുടങ്ങിയത്. 2015 തുടങ്ങിയത്. ഇത് ലോഞ്ച് ചെയ്തത്. അതിന്റെ ഉദ്ദേശം എന്താണ്? ഇന്ത്യൻ യൂത്തിന് ഇൻഡസ്ട്രിയൽ റെലവൻറ്റ് സ്കില്ല് കൊടുത്ത് അവരെ ബെറ്റർ ലൈവ്ലിഹുഡിനായിട്ട് എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഇതാണ് PMKVY എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പ്രത്യേകത. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് സോഷ്യൽ ഇൻഡിക്കേറ്റർ ഓഫ് പോവർട്ടി. പോവർട്ടിയുടെ ഒരു സോഷ്യൽ ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആദ്യം വായിക്കാം. ലെസ് നമ്പർ ഓഫ് മീൻസ് ഓഫ്
ട്രാൻസ്പോർട്ട്, അതായത് നമുക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയുടെ എണ്ണം കുറവ് എന്നുള്ളത് എന്തായാലും ഒരു പോവർട്ടീനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു സോഷ്യൽ ഇൻഡിക്കേറ്റർ ആയിട്ട് എന്തായാലും വരാൻ പോകില്ല. അതാണ് ആൻസർ വരുന്നത്. ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. പിന്നെ ഇല്ലിറ്ററസി ലെവൽ ഒരു പോവർട്ടിയുടെ ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ ലാക്ക് ഓഫ് ആക്സസ് ടു ഹെൽത്ത് കെയർ, അതും പോവർട്ടിയുടെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ലാക്ക് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതും പോവർട്ടിയുടെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ സോഷ്യൽ ഇൻഡിക്കേറ്റർ ഓഫ് പോവർട്ടി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ലെസ് നമ്പർ ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, കോൺസെപ്റ്റ് ഓഫ് എൻടൈറ്റിൽമെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. എൻടൈറ്റിൽമെന്റ് എന്ന് ആ ഒരു കോൺസെപ്റ്റ് ഓഫ് എൻടൈറ്റിൽമെന്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അമർത്യ സെൻ ആണ് കോൺസെപ്റ്റ് ഓഫ് എൻടൈറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ വാസ് NREGA ഇനാക്റ്റഡ്? അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് ഇനാക്ട് ചെയ്തതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ് 2005. NREGA എന്ന് പറയുന്നത് ഇനാക്ട് ചെയ്ത് 2005-ലാണ്. നെക്സ്റ്റ്, ഹൂ കണ്ടക്ട്സ് ദ പീരിയോഡിക്കൽ സാമ്പിൾ സർവേ ഫോർ എസ്റ്റാബ്ലിഷിംഗ് പോവർട്ടി ലൈൻ ഇൻ ഇന്ത്യ? അതായത് പോവർട്ടി ലൈൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനുള്ള പീരിയോഡിക്കൽ സാമ്പിൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ അഥവാ NSSO ആണ് ഈ പറഞ്ഞ പീരിയോഡിക്കൽ സാമ്പിൾ സർവേ ഫോർ എസ്റ്റിമേറ്റിംഗ് ദ പോവർട്ടി ലൈൻ ഇൻ ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ഹൈ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ക്യാൻ ബി മാനേജ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ്? അതായത് ഒരു ഹൈ ലെവൽ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് നമുക്ക് ഏത് രീതിയിലാണ് മാനേജ് ചെയ്യാൻ പറ്റുക? ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ഡംപിങ് ഇൻ സീൽഡ് കണ്ടെയ്നേഴ്സ്. അതായത് നല്ല സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ കൊണ്ട് ഡംപ് ചെയ്യുക എന്നുള്ളതാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന്റെ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഡംപിങ് മെത്തേഡ്. നെക്സ്റ്റ്, അശോക് മേത്ത കമ്മിറ്റി ഇൻ 1977 റെക്കമെൻഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പഞ്ചായത്ത് സമിതി. അപ്പോൾ പഞ്ചായത്ത് സമിതി എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ റെക്കമെൻഡ് ചെയ്തത് 1977 അശോക് മേത്ത കമ്മിറ്റിയാണ്. നെക്സ്റ്റ്, in the Indian constitution which type of sabha is mentioned under പഞ്ചായത്ത് രാജ്? അതായത് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷന്റെ അണ്ടറിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സഭ ഏതാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സഭ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗ്രാമസഭകളെ കുറിച്ചിട്ടാണ് ഈ ഒരു പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞ സെക്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 243 വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പഞ്ചായത്ത്? അതായത് 243 ആർട്ടിക്കിൾ പ്രകാരം പഞ്ചായത്ത് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സെൽഫ് ഗവൺമെന്റ് എന്നാണ് പഞ്ചായത്തിന്റെ മീനിങ്. ഈ ഒരു ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ്. ആർട്ടിക്കിൾ 243ന്റെ അണ്ടറിൽ പഞ്ചായത്തിന്റെ മീനിങ് സെൽഫ് ഗവൺമെന്റ് എന്നാണ്. നെക്സ്റ്റ്, ഹൗ മെനി പോസ്റ്റ് ആർ റിസർവ്ഡ് ഫോർ വിമൻ അറ്റ് ഓൾ ലെവൽസ് ഇൻ പഞ്ചായത്തി രാജ് സിസ്റ്റം? പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ എല്ലാ ലെവലിലും എത്ര പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ ഹൗ മെനി പോസ്റ്റുകളാണ് വിമണിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ടോട്ടൽ സീറ്റിന്റെ 1/3 ആണ് വിമൻ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ഇസ് ഡെൽറ്റ് ബൈ ദ ആർട്ടിക്കിൾ? ആൻസർ ഓപ്ഷൻ എ 24 ആണ്. 24 ആർട്ടിക്കിൾ 24ന്റെ അണ്ടറിലാണ് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, സോഷ്യോജെനിക് ഏജിങ് ഇസ് ബേസ്ഡ് ഓൺ? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് സോഷ്യോജെനിക് ഏജിങ് സംഭവിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഫോക്ലോർ, prejudice and stereotypes about age. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് സോഷ്യോജെനിക് ഏജ് ഡെവലപ്പ് ആവുന്നത്. ഏതൊക്കെയാണ്? ഫോക്ലോർ, prejudice and stereotypes about ഏജിനനുസരിച്ചിട്ടാണ് സോഷ്യോജെനിക്. ക്വസ്റ്റ്യൻ, ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസസ് ഈസ് കോൾഡ്? ആൻസർ ഓപ്ഷൻ എ ആണ് അഗോരാഫോബിയ. ഓപ്പൺ പ്ലേസുകളെ കുറിച്ച് നമുക്ക് ഉണ്ടാവുന്ന പേടിയെ വിളിക്കുന്ന പേര് അഗോരോഫോബിയ എന്നാണ്. നെക്സ്റ്റ്, the ability to perceive objects or events that do not directly stimulates your sense organs. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസിനെ ഡയറക്റ്റ്ലി സ്റ്റിമുലേറ്റ് ചെയ്യാത്ത വസ്തുക്കളെയോ സംഭവങ്ങളെയൊക്കെ നമുക്ക് പെർസീവ് ചെയ്യാനായിട്ടുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഓപ്ഷൻ സി ആണ് ക്ലെയർവോയൻസ് എന്നാണ് ആ ഒരു എബിലിറ്റീനെ പറയുന്നത്. ക്ലെയർവോയൻസ് ആണ്
ability to perceive objects or events that do not directly stimulate your sense organs. Next question. Prosopagnosia is the inability to detect familiar dash. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫേസ്. അതായത് ഫെമിലിയർ ഫേസ്, അതായത് നമുക്ക് പരിചയമുള്ള ഫേസ് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഇന്നബിലിറ്റി, കഴിവില്ലായ്മേനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊസോപ്പഗ്നോസിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the variable that is measured in an experiment is dash. ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അതായത് ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വേരിയബിളിനെ വിളിക്കുന്ന പേര് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നാണ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ. നെക്സ്റ്റ്, പ്രൊസീജറൽ മെമ്മറി ഈസ് അതർവൈസ് നോൺ as ഇംപ്ലിസിറ്റ് മെമ്മറി. ഓക്കെ, പ്രൊസീജറൽ മെമ്മറിയുടെ വേറൊരു പേരാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the form of conditioning in which the conditioned stimulus and the unconditioned stimulus begin and end at the same time is called. അതായത് കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ഒരേ സമയം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്ന ആ ഒരു ഫോം ഓഫ് കണ്ടീഷനിങ്ങിനെ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ് സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ്. നെക്സ്റ്റ്, Wilhelm Wundt founded the first laboratory of psychology in Germany in the year. ആൻസർ ഓപ്ഷൻ എ ആണ് 1879. 1879 വിൽഹെൽം വോണ്ട് ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ജർമ്മനിയിൽ ഫൗണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡാഷ് ലോബീസ് അസോസിയേറ്റഡ് വിത്ത് വിഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്സിപിറ്റൽ. ഓക്സിപിറ്റൽ ലോബാണ് വിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ലോബ്. നെക്സ്റ്റ്, അവർ ടെൻഡൻസി ടു തിങ്ക് ഓഫ് യൂസിങ് ഒബ്ജക്ട്സ് ഓൺലി ആസ് ദേ ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ദി പാസ്റ്റ് ഈസ് നോൺ as. ആൻസർ ഓപ്ഷൻ സി ആണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം മുൻപ് ഉപയോഗിച്ചിരുന്നത് പോലെ തന്നെ ഉപയോഗിക്കാനുള്ള ആ ഒരു ടെൻഡൻസിനെ വിളിക്കുന്ന പേര് ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്നാണ്. നെക്സ്റ്റ്, Maslow refers to physiological safety and social needs as. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡെഫിഷ്യൻസി നീഡ്സ്. അതായത് ഫിസിയോളജിക്കൽ സേഫ്റ്റി ആൻഡ് സോഷ്യൽ നീഡ്സിനെ മാസ്ലോ റെഫർ ചെയ്തത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡെഫിഷ്യൻസി നീഡ്സ് എന്നാണ് റെഫർ ചെയ്തത്. നെക്സ്റ്റ്, നെഗറ്റീവ് സിംറ്റം ഇൻ സ്കീസിനോഫേർണിയ ഈസ്. ആൻസർ ഓപ്ഷൻ സി ആണ് അവോലിഷൻ. അതായത് സ്കീസിനോഫേർണിയയിൽ കാണുന്ന ഒരു നെഗറ്റീവ് സിംറ്റം ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് അവോലിഷൻ. നെക്സ്റ്റ്, എക്സാമ്പിൾ ഓഫ് ഓഡ് ആൻഡ് എസെൻട്രിക് ബിഹേവിയർ. ആൻസർ ഓപ്ഷൻ എ ആണ് സ്കിസോയിഡ്. അതായത് ഓഡ് ആൻഡ് എക്സെൻട്രിക് ബിഹേവിയർ ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. അതിൽ സ്കിസോയിഡ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, എ വിഷ്വൽ ക്യൂ ബേസ്ഡ് ഓൺ കമ്പാരിസൺ ഓഫ് ദി സൈസ് ഓഫ് ആൻ അൺനോൺ ഒബ്ജക്ട് ടു ഒബ്ജക്റ്റ് ഓഫ് നോൺ സൈസ്. അതായത് നമുക്കൊരു സൈസ് അറിയാത്ത ഒബ്ജക്റ്റിന്റെ സൈസ് അറിയാവുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്ന ആ ഒരു വിഷ്വൽ ക്യൂനെ എന്താണ് പറയാ? ആൻസർ ഓപ്ഷൻ ഡി ആണ് റിലേറ്റീവ് സൈസ് എന്നാണ് അതിനെ പറയാ. നെക്സ്റ്റ്, ഹൂ പ്രപ്പോസ്ഡ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്. ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ് ചെയ്തത് സ്റ്റേൺബർഗ് ആണ്. നെക്സ്റ്റ്, DSM-4TR വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ആൻസർ ഓപ്ഷൻ സി ആണ് 2000 DSM-4TR പബ്ലിഷ് ചെയ്യുന്നത്. DSMന്റെ ഫുൾ ഫോം ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. അതിന്റെ 4th എഡിഷൻ ആണ്. ടെക്സ്റ്റ് റിവിഷൻ വരുന്നത് 2000 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. 4th എഡിഷൻ പബ്ലിഷ് ചെയ്യുന്നത് 2000 ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ട്രിച്നർ വാസ് അസോസിയേറ്റഡ് വിത്ത്. ട്രിച്നർ എന്ന് പറയുന്ന ഒരു ആളെ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് സ്ട്രക്ചറലിസം. നെക്സ്റ്റ്, ന്യൂറോൺ ദാറ്റ് ക്യാരി ഇൻഫർമേഷൻ ഫ്രം സെൻസ് ഓർഗൻസ് ടു സ്പൈനൽ കോഡ്. സെൻസ് ഓർഗനിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ന്യൂറോണിനെ വിളിക്കുന്ന പേര് അഫറന്റ് എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് അഫറന്റ്. നെക്സ്റ്റ്, സ്മോളർ ആൻഡ് ഫാസ്റ്റർ ബ്രെയിൻ വേവ്സ് ഇൻഡിക്കേറ്റിംഗ് മെന്റൽ ആക്ടിവിറ്റി. മെന്റൽ ആക്ടിവിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചെറുതും നല്ല ഫാസ്റ്ററുമായുള്ള ബ്രെയിൻ വേവിനെ വിളിക്കുന്ന പേര് ബീറ്റ വേവ്സ് എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. Next, an example of concept that closely matches the defining characteristics of concept.
അതായത് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺസെപ്റ്റുമായിട്ട് ഏറ്റവും ക്ലോസ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് എക്സാമ്പിൾ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രോട്ടോടൈപ്പ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനോട് മാച്ച് ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്നത് പ്രോട്ടോടൈപ്പ് എന്നാണ്. നെക്സ്റ്റ്, പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ആക്ട് as മോറൽ സെന്റർ. ആൻസർ ഓപ്ഷൻ സി ആണ്, സൂപ്പർ ഈഗോ. നെക്സ്റ്റ്, ദ ബേസിക് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ ലാംഗ്വേജ് ഈസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫോണിംസ്. ഫോണിംസ് ആണ് ലാംഗ്വേജിൽ യൂണിറ്റ് ഓഫ് സൗണ്ട് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ടെൻഡൻസി ഓഫ് സെർട്ടൈൻ കൈൻഡ് ഓഫ് information to enter long-term memory with little or no effortful encoding. അതായത് അത്ര എഫേർട്ട്ഫുൾ ആയിട്ടുള്ള എൻകോഡിങ് ഇല്ലാതെ നമുക്കൊരു ഇൻഫർമേഷൻ ലോങ് ടേം ആയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഉള്ളൊരു, അല്ലെങ്കിൽ മെമ്മറിയിൽ നിൽക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസിനെ വിളിക്കുന്ന പേര്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കൺസ്ട്രക്റ്റീവ് പ്രോസസ്സിംഗ്. കൺസ്ട്രക്റ്റീവ് പ്രോസസ്സിംഗ് എന്നാണ് ആ ഒരു ടെൻഡൻസിനെ പറയാം. നെക്സ്റ്റ്, എ Gestalt principle of perception, the tendency to complete figure that are incomplete is. Answer option B ആണ്, closure. Next, type of thinking in which a person starts from one point and comes up with many different ideas and possibilities based on that point. അതായത് ഒരു പോയിന്റ് വെച്ച് വന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഡിഫറെന്റ് പോസിബിലിറ്റീസ്, ഐഡിയാസ് ഒക്കെ ഇവോൾവ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ്ങിനെ വിളിക്കുന്ന പേര്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡൈവേർജന്റ് തിങ്കിങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെക്നിക്? പ്രൊജക്റ്റീവ് ടെക്നിക് അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, WAIS. WAIS എന്ന് പറയുന്നത് ഒരു IQ ടെസ്റ്റ് ആണ്. അഡൽസിന്റെ ഒക്കെ IQ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒന്നാണ് WAIS എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം വരുന്നത് വെറ്റ്സ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്നാണ്. അപ്പൊ പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലാത്തത് WAIS ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫുൾ ക്വസ്റ്റ്യൻസ്. ഇതിന്റെ പാർട്ട് 1ന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.